ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പകലിൻ്റെ നന്മകൾ ദൈവം നമുക്ക് തന്നു. ആ ദൈവത്തിന് നന്ദി അർപ്പിക്കാനും ദൈവകരങ്ങളിലുള്ള സംരക്ഷണം അനുഭവിക്കുന്നതിനുള്ള പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഈ സന്ധ്യയിലും നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുകയും കൃപ പ്രാപിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ആത്മീയ ഗീതങ്ങളിലെ 29ാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിലെ 29ാമത്തെ പാട്ട്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊരു സങ്കീർത്തനം വായിക്കാനായിട്ട് ശ്രമിക്കാം. 123 സങ്കീർത്തനം
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിക്കുവാനായിട്ട് എടുക്കാം. സങ്കീർത്തനങ്ങൾ 123. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു. സുഖന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ പ്രകാരം തന്നെ. ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യാ പ്രാർത്ഥനയെങ്കിലും നവമാധ്യമങ്ങളിലൂടെ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നാം ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വായിച്ചു കേട്ട 123 സങ്കീർത്തനം ആരോഹണ ഗീതമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത ദൈവിക കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തെ നാം വായിക്കുമ്പോൾ ഒരു വ്യക്തി വിലാപമായി തോന്നുമെങ്കിലും അവസാനിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ യാചനയായിട്ടായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ബാബിലോണ്യ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേലിയർ തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് കലുഷിതമായ ആകുലതയേറിയ കലങ്ങിമറിഞ്ഞ ഒരു സാഹചര്യത്തിൽ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണാനാകും. പ്രതിസന്ധികളും ഭീതിയും ഉണ്ടാകുമ്പോൾ ചുറ്റുപാടും നമ്മുടെ കണ്ണുകളെ നോക്കി സഹായത്തിന് വേണ്ടിയുള്ള വാഞ്ച നമ്മിലുണ്ടാകുന്നത് സാധാരണമാണ്. അപ്രകാരമുള്ള ഒരു ഭീതിജനകമായ സാഹചര്യത്തിലൂടെ ഈ ജനങ്ങൾ കടന്നുപോയപ്പോൾ ഈ ഭൂമിയിൽ ചുറ്റുപാട് നോക്കി കണ്ണുകൾ ഓടിച്ചപ്പോഴൊന്നും അവർക്ക് സഹായം നൽകുവാനായിട്ട്, ആശ്രയം നൽകുവാനായി ആരും തന്നെ ഇല്ലായിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിലാണ് അവർ കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തി, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് സഹായം അർപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് കൃപയെ യാചിക്കുന്ന, ദൈവിക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വാക്കുകളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോഴും മനോവ്യത അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലും ആശ്വാസം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമായി അല്ലെങ്കിൽ നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഈ പശ്ചാത്തലം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും നമുക്ക് ആശ്രയിക്കുവാനായിട്ട് ചുറ്റുപാട് നോക്കുമ്പോൾ, സഹായത്തിന് വേണ്ടി ചുറ്റുപാട് നോക്കുമ്പോൾ ആരും ഇല്ല എന്ന് വരാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനാപൂർവം നാം ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മുടെ വാക്കുകളെ കൈക്കൊള്ളും. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ കരം താങ്ങി നല്ല നാളെയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യും. പ്രകാരം ഈ പ്രതിസന്ധിയുടെയും ഭീതിജനകമായിരിക്കുന്ന ചുറ്റുപാടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആശ്രയമില്ലാതിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ ഇന്നിൻ്റെ നാളുകളിൽ നമുക്ക് കഴിയട്ടെ. ഈ രാത്രിയിലും ഒരു മനസ്സോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ദൈവാശ്രയത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ നന്മകൾ കൂടെ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. മഹാമാരിയുടെ വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പലതും നമ്മുടെ ചുറ്റുപാടുകളിലും നിലനിൽക്കുന്നുണ്ടെങ്കിലും ദൈവം നമ്മെ ഇത്രത്തോളം കരുതുന്ന, വഴി നടത്തുന്ന കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമ്മുടെ ഈ പ്രതികൂലങ്ങളുടെ നാളുകളിൽ നിന്ന്, പ്രതിസന്ധിയുടെയും വേദനാജനകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ സഹായം ലഭ്യമാകുവാനായിട്ടുള്ള സാധ്യതകൾ അപൂർവമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ സാഹചര്യത്തിലും അനുകൂലസ്ഥനായി ദൈവം നമ്മെ അനുദിനം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു.
വളരെയധികം വേദനകളും പ്രയാസങ്ങളും നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ദൈവം ആശ്വാസത്തിൻ്റെ കരം വച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഈ സംഭവബഹുലമായ ലോക യാഥാർത്ഥ്യത്തിൻ്റെ നടുവിൽ ദൈവം നമുക്ക് നല്ലവനും വല്ലഭനും വഴികാട്ടിയുമായി കൂടിയിരിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വേളയിലും നമ്മൾ ഇടപെടുന്നതായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലുമെല്ലാം ദൈവം അനുകൂലസ്ഥനായി കൂടിയിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ പലതും ഇളവുകൾ ലഭ്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം പുറത്തേക്ക് ഇറങ്ങുവാനും നമ്മുടേതായിട്ടുള്ള ദൈനംദിന കാര്യാദികളിൽ ഏർപ്പെടുവാനും നിർബന്ധിതരായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും ദൈവികമായ സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. വിശേഷിച്ച് നിയന്ത്രണങ്ങളോടുകൂടെ നമ്മുടെ ആലയം തുറന്ന് ആരാധിക്കുവാനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഇന്നാളുകളിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവഹിതമായാൽ വരുന്ന ദിവസം നാം ആലയത്തിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുവാനായിട്ട് പോകുമ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം നൽകി നമ്മുടെ ആരാധനകളെ ആശീർവദിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് കൂടി കടന്നു വരുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും ഈ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആരാധനകൾ അർപ്പിക്കുമ്പോൾ ജനത്തിന് ആവശ്യമായിരിക്കുന്ന സുരക്ഷിതത്വം ലഭ്യമാകുവാൻ, ആരാധനകളിലൂടെയുള്ള ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങളിലും നാളുകളിൽ കൂടിയിരിക്കുന്നതിന് വേണ്ടിയും ഏറെ ഭംഗിയായി ഏറെ സുരക്ഷിതത്വത്തോടുകൂടെ ഈ ആരാധനകളുടെ ക്രമീകരണങ്ങളായിരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. നമ്മുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഈ സമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പലവിധമായ ആവശ്യഭാരങ്ങളോടുകൂടെ വേദനയോടുകൂടെ ആയിരിക്കുന്ന അനേകം പേർ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ആലയത്തിലെ പ്രിയപ്പെട്ടവരായിട്ടുണ്ട്. പ്രത്യേകിച്ച് COVID-19 എന്ന രോഗം ബാധിച്ചുകൊണ്ട് ഇന്നാളുകൾ ചികിത്സയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകൾ അനേകം പേർ ചികിത്സയിലായിരുന്നു. ദൈവം പ്രിയപ്പെട്ടവർക്ക് നൽകിയ സൗഖ്യത്തിനായി നമുക്ക് സ്തോത്രം കരയറ്റാം. എന്നാൽ ഇന്നും ചിലരൊക്കെ രോഗാവസ്ഥയിലായിരിക്കുന്നു. അപ്രകാരമുള്ളവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാജമെന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിപൂർണമായ ആശ്വാസത്തെ വിടുതലിനെ പ്രിയ മാതാവിൻ്റെ ജീവിതത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി, പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തോടുകൂടെ സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി ദൈവമേ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ചികിത്സകളെല്ലാം ഫലവത്തായി തീരുവാൻ ദൈവമേ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഭവനങ്ങളിൽ നാളുകളിൽ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ചിലർക്കൊക്കെ മറ്റ് പലവിധമായിട്ടുള്ള ശാരീരിക വൈഷമ്യതകളും നാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ളവരെ പ്രത്യേകം ദൈവകരങ്ങൾ സമർപ്പിക്കാം. ആശ്വാസത്തിൻ്റെ കരം വെച്ച് ദൈവം പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. മറ്റിതരങ്ങളായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ടായിരിക്കുന്ന നമ്മുടെ ആലയത്തിലെ പ്രിയപ്പെട്ട മക്കളുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രിയിൽ ചികിത്സകൾക്ക് ശേഷം ഭവനങ്ങളിലായിരിക്കുന്ന സുശീല എന്ന മാതാവിനായും കുഞ്ഞപ്പി എന്ന പിതാവിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകി വരുന്ന ആശ്വാസത്തിനായി വിടുതലിനായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. മറ്റിതരങ്ങളായ രോഗം ബാധിച്ചുകൊണ്ട് ഭവനങ്ങളിൽ വേദനയോടുകൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്രകാരമുള്ളവർക്കും ദൈവം പരിപൂർണമായിട്ടുള്ള ആശ്വാസത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ ഇന്നിൻ്റെ നാളുകളിൽ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. പലവിധമായ ആവശ്യഭാരങ്ങളോടുകൂടി ആയിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്. അപ്രകാരമുള്ളവരെയും അവരുടെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, മറ്റിതരങ്ങളായ ആവശ്യങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് രാത്രികാലം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതവും ശാന്തവുമായ ദിവസത്തിൻ്റെ രാത്രിവേളയ്ക്ക് വേണ്ടി സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് സന്ധ്യാരാധനയായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സഹായിച്ചുവല്ലോ. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് വഴിനടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. ഭീതിജനകമായിട്ടുള്ള ആശങ്കജനകമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ ഇത്രത്തോളം അവിടുന്ന് കരുതി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തുന്ന കൃപയ്ക്ക് വേണ്ടി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആലയത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏറെ നാളുകളായി ഞങ്ങൾക്ക് ആലയത്തിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുവാനായിട്ടുള്ള സാധ്യതകളില്ലാതെ ആയിരിക്കുന്ന ഈ നാളുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് നവമാധ്യമങ്ങളിലൂടെ നൽകി വരുന്ന എല്ലാവിധമായ ആത്മീയ പോഷണത്തിന് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്ക് വേണ്ടിയും ആരാധനകൾക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതിലൂടെ കർത്താവെ
ദൈവവുമായിട്ട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിൻ്റെ നാളുകളിൽ അവിടെ നൽകുമാറാകണമേ. കർത്താവെ, വരുന്ന ദിവസം ഞങ്ങളുടെ ആലയം തുറന്ന് നിയന്ത്രണങ്ങളോടുകൂടെ ആരാധിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളെ അവിടെ നൽകുന്ന കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. അവിടുത്തെ ഹിതമായാൽ ഞങ്ങൾ കർത്താവെ ആരാധനയ്ക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഓടുന്നതിനും അങ്ങേ ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്നതിനും ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമേ. എല്ലാവിധമായ ക്രമീകരണങ്ങളിലും അവിടുത്തെ സാന്നിധ്യം പകരണമേ. സുരക്ഷിതരായി അങ്ങേ ആരാധിച്ച് മടങ്ങുവാൻ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങ് സഹായിക്കണമേ. ആത്മീയ പരിപോഷണത്തിൻ്റെ അവിടുത്തെ ആത്മീയ ചൈതന്യത്തിൻ്റെ ദിവ്യമായിട്ടുള്ള അനുഭവത്തിൽ ഞങ്ങൾ കർത്താവെ ആരാധനകൾ സംബന്ധിച്ചുകൊണ്ടായിരിക്കുന്നതിനങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആലയത്തിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നാളുകളിൽ കർത്താവെ വളരെ പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷകൾ ഏർപ്പെടുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലൂടെ പകരണമേ. നന്മകളാൽ നിറച്ച് വഴി നടത്തണമേ. ദൈവിക ആലോചനയാൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആലയമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിർമ്മാണ പണികളെയും കർത്താവ് ആശീർവദിക്കണമേ. ഇതൊക്കെ എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, COVID-19 എന്ന രോഗം ബാധിച്ചുകൊണ്ട് ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ ആശ്വാസത്തിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവത്തെ പകരണമേ. എല്ലാ വേദനകൾക്കും എല്ലാ രോഗങ്ങൾക്കും ആശ്വാസദായകനായി സൗഖ്യദായകനായി അവിടുന്ന് കൂടിയിരിക്കുകയും അങ്ങനെ സൗഖ്യമാക്കുന്ന യഹോവയുടെ അനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ കരസ്പർശത്തെ പ്രാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളായിരിക്കുവാൻ ഇന്നിൻ്റെ നാളുകളിൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആലയത്തിലുള്ള മറ്റ് ഇതരങ്ങളായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ചിലരൊക്കെ ആശുപത്രിയിൽ ചികിത്സകൾ കഴിഞ്ഞ് ഭവനങ്ങളിൽ നാളുകൾ വിശ്രമിക്കുമ്പോൾ അങ്ങ് പ്രിയപ്പെട്ടവർക്ക് നൽകി വരുന്ന ആശ്വാസത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള ആശ്വാസത്തെ, വിടുതലിനെ അവിടുന്ന് കൽപ്പിക്കണമേ. എല്ലാ ബലഹീനതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിൻ്റെ അനുഭവത്തെ അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഭവനങ്ങളിൽ കർത്താവെ സുഖം പ്രാപിച്ചു വരുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, പലവിധമായ ശാരീരികമായ വൈഷമ്യതകളും പ്രിയപ്പെട്ട ജീവിതത്തിൽ അനുഭവിക്കുന്നു. അപ്രകാരമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മാറ്റണമേ. പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവത്തെ ദൈവമായ കർത്താവ് അവിടുന്ന് ലഭ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പല കാര്യാദികളും ചെയ്തു തീർക്കുവാനൊക്കെ വണ്ണം കഴിയാതെ വണ്ണം ഭാരത്തോടും വേദനയോടും കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, മറ്റിതരങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ കഴിയാതെ വണ്ണം ഭാരത്തോടുകൂടി ആയിരിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടെ തൃക്കൺ പാർക്കണമേ. തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന, തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ വേദനപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവികമായിട്ട് നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. സാധ്യതകളെ അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആലയത്തിലുള്ള എല്ലാ വാർദ്ധക്യ മാതാപിതാക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബലം ക്ഷയിക്കുമ്പോഴും അവിടുന്ന് പ്രിയപ്പെട്ടവരെ കരുതുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ഇന്നിൻ്റെ സാഹചര്യത്തിൽ പതറിപ്പോകാതെ വണ്ണം അങ്ങനെയുള്ള പ്രത്യാശയിലും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഭയരഹിതരായി ജീവിക്കുവാൻ, ദൈവത്തിലുള്ള ഉറപ്പിന്മേൽ ജീവിക്കുവാൻ ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആത്മീയമായി ഇനിയും പുതുബലം പ്രാപിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് സഹായിക്കണം. ബലഹീനതകളിലെല്ലാം കർത്താവ് കരന്നാങ്ങ് വഴിനടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ നിലകളിൽ അധ്വാനിക്കുന്ന നിങ്ങളുടെ ആലയത്തിലെ പ്രിയപ്പെട്ട മക്കളുണ്ട്. കർത്താവെ, അധ്വാനിക്കുന്നതിന് വേണ്ടുന്ന ആരോഗ്യത്തെ, ബലത്തെ പകരണമേ. രോഗങ്ങളോ മറ്റ് പ്രയാസങ്ങളോ കൂടാതെ വണ്ണം പ്രിയപ്പെട്ടവർ വഴി നടത്തണമേ. ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് അനുഗ്രഹമുള്ള ജീവിതം കർത്താവെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും അവിടെ നിന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യത്യസ്തങ്ങളായ എല്ലാ പ്രിയപ്പെട്ടവരുടെ അധ്വാന മേഖലകളെയും കർത്താവ് ആശീർവദിക്കുകയും സുരക്ഷിതമായി നിൻ്റെ സാഹചര്യത്തിൽ ഉപജീവനത്തിൻ്റെ വഴികളിലായിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശ രാജ്യങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ, മറ്റിതരങ്ങളായ പ്രദേശങ്ങളിൽ പഠനത്തിന് വേണ്ടിയും ഉപജീവനത്തിന് വേണ്ടിയും ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് കടന്നു പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഓർക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനും തങ്ങളുടെ ഉദ്യമങ്ങളിൽ ഏറെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുന്നതിനങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവികമായിട്ടുള്ള കൂട്ടായ്മകളിൽ പ്രിയപ്പെട്ടവർ ആരിപ്പാന്നക്കൊണ്ട് ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആലയത്തിലുള്ള യവന മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യവനകാലം തുച്ഛീകരിക്കാതെ ദൈവസന്നിധിയിൽ അനുഗ്രഹവും ശ്രേഷ്ഠമുള്ള ജീവൻ നയിപ്പാന്നൊക്കെ വണ്ണം പ്രിയപ്പെട്ട മക്കളെ ഇനിയുള്ള നാളുകളിൽ അങ്ങ് സഹായിക്കണമേ.
ഉപജീവനത്തിൻ്റെ വഴികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് ഉപജീവനത്തിൻ്റെ സാധ്യതകൾ ലഭ്യമാകുവാൻ അങ്ങ് സഹായിക്കണം. അവരുടെ പരിശ്രമങ്ങളിൽ, പ്രാർത്ഥനകളിൽ കർത്താവെ നിരാശപ്പെട്ടു പോകാതെ വണ്ണം അവിടെ നിന്ന് കൂടിയിരിക്കുകയും അനുഗ്രഹങ്ങളാലും നന്മകളാലും തക്ക സമയം നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അനുഗ്രഹമുള്ള ഒരു നല്ല തലമുറ ഞങ്ങളുടെ ആലയത്തിൽ ഉണ്ടാകുവാൻ ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മറ്റിതരങ്ങളായ പഠനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ ആലയത്തിലെ പ്രിയപ്പെട്ട മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർ പഠനങ്ങൾക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് പ്രിയപ്പെട്ട മക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ലഭ്യമാകുവാൻ സഹായിക്കണമേ. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന, എൻട്രൻസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അനുഗ്രഹീതമായി പഠനത്തിൽ മുന്നേറുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും പഠന മേഖലകളുടെ സാധ്യതകളെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയമായ കർത്താവെ, പരീക്ഷകൾ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് അനുഗ്രഹീതമായിട്ടുള്ള വിജയങ്ങൾ ലഭ്യമാകുന്നതിനും തുടർ പഠനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നവമാധ്യമങ്ങളിലൂടെ വിവിധങ്ങളായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായി ഇതിൻ്റെ വിദ്യാഭ്യാസ രീതിയിൽ പ്രിയ കുഞ്ഞുങ്ങൾ മുന്നേറുവാൻ തക്കവിടെ സഹായിക്കണം. പഠനത്തിന് വേണ്ടുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ. കർത്താവെ, നവമാധ്യമങ്ങളിലൂടെ വിദ്യാഭ്യാസം പ്രിയപ്പെട്ട മക്കൾക്ക് സുരക്ഷിതത്വവും ആരോഗ്യപരവുമായിരിക്കുവാൻ അങ്ങ് സഹായിക്കണം. വഴിതെറ്റി പോകുവാൻ, കർത്താവെ, തിന്മയിൽ അകപ്പെടുവാൻ ഇടവരാതെ വണ്ണം അവിടുത്തെ കൃപയുടെ കരങ്ങൾ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയത്തിൽ ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാരുണ്ട്. തക്ക സമയത്ത് ആശ്വാസത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വിടുതൽ നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കൾക്ക് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് സഹായിക്കണമേ. നാളുകളിൽ കുഞ്ഞുങ്ങളുമായി അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, അവിടെ നൽകി വരുന്ന ശിശുഫലത്തിനായി സ്തോത്രം. കർത്താവെ, അനുഗ്രഹത്തോടുകൂടെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് പരിപാലിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദയമായ കർത്താവെ, ഞങ്ങളുടെ ആലയത്തിൽ തലമുറകൾക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് തലമുറകളെ നൽകി, കുടുംബങ്ങളിൽ നന്മകൾ നൽകി, ദൈവിക ദാനങ്ങളെ നൽകി, കുടുംബജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും സന്തോഷഭരിതമാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ആലയത്തിലുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഇന്ന് ആളുകളിൽ സുരക്ഷിത ജീവിതം ചെയ്യുന്നതിന് അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതായി വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മറ്റിതരങ്ങളായ ആവശ്യഭാരങ്ങളോടും വേദനയോടും കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ആലയത്തിലെ പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്കുള്ളിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ വളരെയധികം ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന ചില കുടുംബങ്ങളെങ്കിലും ഞങ്ങളുടെ ആലയത്തിലുണ്ട്. അപ്രകാരമുള്ളവരുടെ ഇടയിൽ സമാധാന പ്രഭുവായി അവിടെ നിന്ന് കടന്നു ചെല്ലണമേ. കർത്താവെ, സമാധാനം ഓരോ കുടുംബങ്ങളിലും പുലരുവാൻ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നതിന് എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ്, ഞങ്ങളുടെ ആലയത്തിൽ ജന്മദിനത്തിലേക്കും വിവാഹ വാർഷികത്തിലേക്കും പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളും നന്മകളും പകർന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് ആശീർവദിക്കുകയും വരുന്ന വർഷവും വർഷങ്ങളും ഏറെ സന്തോഷത്തിൻ്റെ നന്മയുടെ വർഷങ്ങളാക്കി തീർക്കുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത ജാതി മതസ്ഥരായി ദേശത്ത് പാർക്കുമ്പോൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും ആയിരിക്കുവാൻ സഹായിക്കണം. ദേശത്തിൽ നിന്ന് മഹാവ്യാധി മാറിപ്പോകുവാൻ ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. രോഗം ബാധിച്ചുകൊണ്ട് അനേക കർത്താവെ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലും ആശുപത്രിയിലുമായിരിക്കുമ്പോൾ അവരെ കർത്താവെ പരിപൂർണമായിട്ടുള്ള ആശ്വാസത്തിൻ്റെ അനുഭവത്തെ ലഭ്യമാകുവാൻ സഹായിക്കണം. ഞങ്ങളുടെ പ്രദേശത്തും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലും ഇതിനകം തന്നെ അനേകം പേർ രോഗം ബാധിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്രകാരം വേദനപ്പെടുന്ന കുടുംബാംഗങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവികമായ ആശ്വാസത്തെ, സമാധാനത്തെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ നാളുകളിൽ രോഗികളെ ചികിത്സിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും പ്രവർത്തന മേഖലകളെയും കർത്താവ് ആശീർവദിക്കണമേ. കർത്താവ്, നിൻ്റെ സാഹചര്യത്തിൽ സുരക്ഷിതരായിരിക്കുവാനും അക്ഷീണം പ്രയത്നിക്കുവാൻ വേണ്ടുന്ന കൃപകളെയും ദൈവമായ കർത്താവ് നൽകണമേ. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായ വിധത്തിലായിത്തീരുന്നതിന്, അങ്ങനെ രോഗം കർത്താവെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതിനുള്ള മുഖാന്തരങ്ങളെ അവിടെ നിന്ന് ഒരുക്കി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തക്ക സമയത്ത് ശരിയായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ ക്രമസമാധാന പാലനവും രോഗനിയന്ത്രണവും കർത്താവെ കൊണ്ടുവരുന്നതിന് പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. സുരക്ഷിതരായി ജീവിപ്പാന്നൊക്കെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി, കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അനുഗ്രഹീതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ രോഗവ്യാപനം തടയുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളെയും പ്രിയപ്പെട്ട മക്കളിലൂടെ ദിവ്യമായ ആലോചനകളോടെ നിറയത്തന അവിടുന്ന് കർത്താവെ കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയമായ കർത്താവെ, ഞങ്ങളുടെ
ഈ ദേശത്തിൽ ഈ പ്രകാരം രോഗം ബാധിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. അവരെ അവരുടെ ഏകാന്തത മാറ്റി അവിടുന്ന് പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. വാക്സിനേഷനൊക്കെ കർത്താവെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കണമേ. അതിൻ്റെ ഉൽപ്പാദനമൊക്കെ ശരിയായി നടക്കുവാൻ അങ്ങനെ കർത്താവ് എല്ലാ കാര്യങ്ങൾ വാക്സിനേഷൻ എത്തുന്നതിനും കർത്താവെ രോഗത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ഈ ലോകത്തിൽ ഉണ്ടാകുന്നതിനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകമെമ്പാടും നടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകം പേരെ അന്ധകാരത്തിൽ നിന്ന് അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കുവാൻ എല്ലാ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ അങ്ങ് സഹായിക്കണമേ. നിൻ്റെ സാഹചര്യങ്ങൾ കർത്താവെ പരിമിതമാക്കപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ എതിരായി തീരുമ്പോൾ അവിടുന്ന് അത്ഭുതവാനായി പ്രിയപ്പെട്ടവർക്ക് അനുകൂലസ്ഥനായി കൂടിയിരുന്ന വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവെ ഞങ്ങളെ ഒന്നുകൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറച്ച് വഴി നടത്തണം. ഇന്ന് രാത്രി കാലം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. അനുഗ്രഹീതമായിട്ടുള്ള ഒരു വിശ്രമത്തെ നൽകി നല്ലൊരു പ്രഭാതത്തെ കാണുവാനും തിരിഹിതമായാൽ അവിടുത്തെ ആലയത്തിലേക്ക് കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. അങ്ങ് തന്നെ ഞങ്ങളോട് കൂടെ ഇരിക്കണം, സകല നന്മകളാലും കാക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്ഥിരീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാന കൂട്ടായ്മ ഈ രാത്രികാലം നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.